ഹായ്, ഇന്ന് നമുക്ക് നല്ലൊരു ടീ കേക്ക് ഉണ്ടാക്കാം. നല്ല ടേസ്റ്റുള്ള മിൽക്ക് കേക്കാണ് ഉണ്ടാക്കുന്നത്. കേക്കിലേക്ക് 1 കപ്പ് മൈദയാണ് നമുക്ക് വേണ്ടത്. അപ്പോൾ മൈദ അളവെടുക്കുമ്പോൾ ഒരു സ്പൂൺ കൊണ്ട് കപ്പിലേക്ക് ഇട്ട് വേണം അളവെടുക്കാൻ. മൈദയുടെ കൂടെ 1 ടീസ്പൂൺ ബേക്കിംഗ് പൗഡറും ചേർക്കണം. ബേക്കിംഗ് പൗഡറാണ്, ബേക്കിംഗ് സോഡയല്ല. ബേക്കിംഗ് സോഡ നമ്മൾ ഇതിലേക്ക് എടുക്കുന്നില്ല. മൈദ 2 പ്രാവശ്യം അരിച്ചെടുക്കുന്നത് നല്ലതാണ്. കട്ടയില്ലാതെ മിക്സ് ചെയ്യാൻ പറ്റും, കേക്കും സോഫ്റ്റ് ആവും. ഞാനിവിടെ 2 പ്രാവശ്യം തന്നെ അരിച്ചിട്ടുണ്ട്. അപ്പോൾ ആദ്യം ബൗളിലേക്ക് നമുക്ക് 2 മുട്ട പൊട്ടിച്ചെടുക്കാവേ. ഇത് കുറച്ച് സെക്കൻഡ് ഒന്ന് ബീറ്റ് ചെയ്യണം. ജസ്റ്റ് ഒന്ന് ബീറ്റ് ചെയ്തിട്ട് പിന്നെ ഇതിലേക്ക് പൊടിച്ച പഞ്ചസാര ചേർത്ത് കൊടുക്കാം. 1/2 കപ്പ് പൊടിച്ച പഞ്ചസാരയാണ് ചേർത്തത്. ഇത് നോർമൽ മധുരമാണ്. 1/4 കപ്പ് പഞ്ചസാര വേണേൽ ചേർക്കാം കേട്ടോ. ഇനി മുട്ടയും പഞ്ചസാരയും കൂടെ കുറച്ച് സമയം ബീറ്റ് ചെയ്യണം. നല്ലപോലെ പതഞ്ഞ് വരാനായിട്ടാണ് ബീറ്റ് ചെയ്തത്. ബീറ്റർ ഇല്ലെങ്കിൽ ഒരു വിസ്ക് കൊണ്ട് നല്ലപോലെ അടിച്ചെടുത്താലും മതി, അല്ലെങ്കിൽ മിക്സിയിലും ചെയ്യാം കേട്ടോ. ഇതുപോലൊന്ന് റെഡി ആയിട്ടുണ്ട്. ഇനി ഈ ബാറ്ററിലേക്ക് നമുക്ക് 2 ടേബിൾ സ്പൂൺ ഓയിൽ ചേർക്കണം. പിന്നെ 1/2 ടീസ്പൂൺ എസൻസ് ചേർത്ത് കൊടുക്കാം. വാനില എസൻസോ പൈനാപ്പിൾ എസൻസോ ഏതാ ഇഷ്ടമെന്ന് വെച്ചാൽ എടുക്കാം. ഞാനിപ്പോൾ പൈനാപ്പിൾ എസൻസ് ആണ് ചേർത്തത്. ഒരു വിസ്ക് ഉപയോഗിച്ചിട്ട് ഇത് നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് വയ്ക്കാം. അപ്പോൾ ആദ്യത്തെ വെറ്റ് ഇൻഗ്രീഡിയൻറ്റ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഈ മൈദയും ബേക്കിംഗ് പൗഡറും കുറച്ചായിട്ട് ഈ ബാറ്ററിലേക്ക് ചേർത്ത് മിക്സ് ചെയ്തിട്ട് എടുക്കാം. ഒരുമിച്ച് ചേർത്തിട്ട് ഒരിക്കലും മിക്സ് ചെയ്യരുത്. 3-4 പ്രാവശ്യമായിട്ട് ചേർത്ത് പതുക്കെ മിക്സ് ചെയ്യണം. മധുരം 1/2 കപ്പിലും കൂടുതൽ എടുത്തിട്ടുണ്ടെങ്കിൽ ടേസ്റ്റ് ബാലൻസ് ചെയ്യാനായിട്ട് ഇതിൽ 1 നുള്ളു ഉപ്പും ചേർക്കാം കേട്ടോ. ഇപ്പോൾ ഈ ബാറ്റർ കുറച്ച് തിക്കായ പോലെയല്ലേ ഉള്ളത്. ഇതിലേക്ക് നമുക്ക് പാല് ചേർക്കാനുണ്ട്. പൊടി മിക്സ് ചെയ്യാൻ തുടങ്ങുന്നതിന് മുമ്പ് പാല് ചൂടാവാൻ വയ്ക്കണം. 1/2 കപ്പ് പാലാണ് എടുത്തത്. ഇത് 30 ഗ്രാം ബട്ടർ ഉണ്ട്, പാലിലേക്ക് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ഈ പാല് ചൂടാക്കിയെടുക്കണം. ഇപ്പോൾ ഇതേ ബട്ടർ മെൽറ്റ് ആയിട്ടുണ്ട്, പാല് ചൂടായിട്ടുണ്ട്. ഫ്ലെയിം ഓഫ് ചെയ്യാം. ഈ പാല് ചൂടോടെ തന്നെ നേരത്തെ ഉണ്ടാക്കിയ ബാറ്ററിലേക്ക് ചേർത്ത് കൊടുക്കാം. നേരത്തെ ചെയ്ത പോലെ തന്നെ 2-3 പ്രാവശ്യമായിട്ട് മിക്സ് ചെയ്യണം. നമ്മൾ കേക്കിന് ബേസ് ആയിട്ടൊക്കെ ചെയ്യുന്ന സ്പോഞ്ച് കേക്കിൻ്റെ ടെക്സ്ചർ അല്ല ഇതിന്. നല്ല സോഫ്റ്റ് ആയൊരു സ്പെഷ്യൽ ടെക്സ്ചറാണ്. ബേക്കറിയിലൊക്കെ കിട്ടുന്നൊരു പൊതി കേക്ക് ഇല്ലേ, ആ ഒരു ടൈപ്പാണ്. ഈ ഹോട്ട് മിൽക്ക് ചേർക്കുന്നതാണ് കേക്കിന് ആ ഒരു വ്യത്യാസം വരുത്തുന്നത്. നല്ല സോഫ്റ്റ് ആയിട്ട് മാവ് പോലും അറിയാതെ പാല് മിക്സ് ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ ഇത് നമ്മുടെ കേക്കിൻ്റെ ബാറ്റർ ഇവിടെ സെറ്റാണ്. കേക്ക് ടിന്നിലേക്ക് ബട്ടർ പേപ്പർ വെച്ചെടുത്തതാണ്. ഇതിലേക്ക് ബാറ്റർ ചേർത്ത് കൊടുക്കാം. സ്ക്വയർ ഷേപ്പിലുള്ള വലിയ ടിന്നാണ് ഈ കേക്ക് ബേക്ക് ചെയ്യാനായിട്ട് നല്ലത്. സ്പൂൺ കൊണ്ട് ബാറ്ററിൽ പതുക്കെ വരച്ചു കൊടുക്കാം. മാവ് എല്ലായിടത്തും ഒരുപോലെ ആവാനായിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത്. ടിന്നൊന്ന് ടാപ്പ് ചെയ്തെടുക്കണം. സ്റ്റൗവിലാണെങ്കിൽ അടികട്ടിയുള്ള പാത്രത്തിൽ ഒരു തട്ട് വെച്ചിട്ട് അതിൽ ഈ കേക്ക് ടിന്ന് വെച്ചിട്ട് ബേക്ക് ചെയ്യാം. ടൈറ്റായിട്ട് മൂടി വയ്ക്കണം. ഓവനിൽ ചെയ്യുമ്പോൾ 150 ഡിഗ്രിയിൽ 40 മിനിറ്റ് ബേക്ക് ചെയ്തെടുക്കാം. ഓവനും കേക്ക് ടിന്നും ഒക്കെ അനുസരിച്ചിട്ട് സമയം കുറച്ച് മാറ്റം വരും. അപ്പോൾ നമ്മുടെ കേക്ക് ഇവിടെ ബേക്ക് ആയിട്ടുണ്ട്. തണുത്ത ശേഷം കട്ട് ചെയ്തിട്ട് എടുക്കാം. ചെറിയ പീസായിട്ട് കട്ട് ചെയ്താൽ മതി. നല്ല സോഫ്റ്റ് കേക്കാണ്, നല്ല ടെക്സ്ചറാണ്, നല്ല ടേസ്റ്റുമാണ് കഴിക്കാൻ. അപ്പോൾ വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കണം. മറ്റൊരു റെസിപ്പി ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. താങ്ക്